ഇപ്പോൾ ലോകമാകെ പടരുന്നത് എബോളയുടെ വൈറസ് ആണെങ്കിലും ഇന്ത്യയിൽ പടർന്നു പിടിക്കുന്നത് മറ്റൊരു വൈറസാണ്. അത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പുതിയൊരു പ്രസ്ഥാനം, അതിനെക്കുറിച്ചുള്ള വാർത്തകളുമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അതിൻ്റെ വൈറസ് ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത് ഇതിനകം തന്നെ എല്ലാവരും മനസ്സിലാക്കി. കാരണം അത്രമാത്രം വൈറലാണത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ. അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന പഴയൊരു ആം ആദ്മി പാർട്ടി നേതാവിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രചരിക്കുന്ന ഒരു ഡിജിറ്റൽ ഹാൻഡിലാണത്. ഡിജിറ്റൽ ആയിട്ട് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണത്. അതങ്ങനെ ഡിജിറ്റലായിട്ട് വന്നിട്ട് ഒരു പ്രസ്ഥാനമായിട്ട് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. അതിൻ്റെ പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും സംശയിക്കും, എന്തിനാണ് ഇതിന് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ടിരിക്കുന്നത്? അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഈ കോക്രോച്ചിലാണ്. ഈ കോക്രോച്ച് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരു ശ്രദ്ധ അതിലേക്ക് വരും, ഒരു കൗതുകം തോന്നും. മീം എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ കൗതുകം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പേരാണ്. വാസ്തവത്തിൽ അതിൻ്റെ പേര് തന്നെയാണ് ഇത്ര വലിയ പ്രചാരണത്തിന് കാരണം. എബോള വൈറസ് പോലും ജനശ്രദ്ധ അതിലോട്ട് വരുന്നില്ല. ലോക ആരോഗ്യ അടിയന്തരാവസ്ഥ എബോള വൈറസിൻ്റെ പേരിൽ പ്രഖ്യാപിച്ചുവെങ്കിലും നമ്മൾ പതുക്കെ വി ആർ ജസ്റ്റ് സ്ലീപ്പ് വാക്കിംഗ് ഇൻ ടു ദാറ്റ്. പക്ഷേ ഇതങ്ങനെയല്ല, പടർന്ന് പന്തലിച്ച് ജനങ്ങളെല്ലാം ജാഗരൂകരായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണത്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും ആ കാര്യത്തിൽ വലിയ സജീവമായിട്ടുള്ള ഒരു പ്രചാരണം നടത്തുന്നുണ്ട്. നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലോ അല്ലെങ്കിൽ MLA-മാരുടെ ചടങ്ങിലോ സാക്ഷ്യം വഹിക്കാൻ പോലും എത്താത്ത ഡോക്ടർ ശശി തരൂർ അമേരിക്കയിലിരുന്നു കൊണ്ട്, അമേരിക്കയിലെ താൻ പോയ അലുമിനി മീറ്റിലിരുന്നു കൊണ്ട്, ബോസ്റ്റണിലാണത്, ഫ്ലെച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസി എന്നുള്ള ആ സ്ഥാനത്തിരുന്നു, ആ ഒരു സ്ഥാപനത്തിൻ്റെ സരസ്വതി ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തിരുന്നു കൊണ്ട് അദ്ദേഹവും പ്രഖ്യാപിച്ചു, ഇത് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ്, കോൺഗ്രസ് അതിനോടൊപ്പം ചേരണമെന്ന്. അതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ അതിനോടൊപ്പം തന്നെ ചേർന്ന് കഴിഞ്ഞു. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇതിനോടൊപ്പം ചേർന്നു എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദീപ് വാര്യർ MLA നൽകുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത്, രാഹുൽ ഗാന്ധി പല വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഞങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങൾ അതിലേക്ക് പോവുകയാണ്. അതിൽ സംശയമൊന്നുമില്ല, അവരവരുടെ കൂടെ നിൽക്കുമെന്നുള്ളത്. തങ്ങളുടെ മുന്നണിയെ തന്നെ വഞ്ചിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ TVKയുടെ പാർട്ടിയിലേക്ക് എടുത്ത് ചാടി 2 മന്ത്രിസ്ഥാനം കൈക്കലാക്കാൻ ഉള്ള തന്ത്രം കാണിച്ച് ഇന്ത്യ മുന്നണിയെ വെട്ടിലാക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണത്. അപ്പോൾ ഇന്ത്യയെ വിഘടിപ്പിച്ചാലും വേണ്ടുമില്ല, എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം കിട്ടണമെന്നുള്ള ഒരു അധികാര വ്യാമോഹം രാഹുൽ ഗാന്ധി 15 വർഷമായിട്ട് ഇങ്ങനെ വലിയൊരു ഫ്രസ്ട്രേഷനിലാണ്. അപ്പോൾ ഫ്രസ്ട്രേഷൻ ബാധിച്ച യുവാക്കളുടെ പ്രസ്ഥാനമായ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിനൊരു സാൽമ്യം പ്രാപിക്കുന്നതിൽ വലിയ ഒരു അസ്വാഭാവികത ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അദ്ദേഹം അതിനോട് ചേരുന്നുണ്ട്. പക്ഷേ പ്രശ്നം വരുന്നത്, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമല്ല, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരാണെന്നുള്ളതാണ്. ആ കാര്യം മനസ്സിലാക്കാതാണ് അവരുടെ പക്ഷം പിടിക്കുന്നത്. TVK എന്ന് പറയുന്ന കക്ഷി, TVKയുടെ കക്ഷി, അതിൻ്റെ ഒരു ഗതികേട് കൊണ്ട് കോൺഗ്രസിനെ ആശ്രയിച്ചു. അവരുടെ പാർട്ടി ഓഫീസിൽ പോയി തിണനിരങ്ങി ഒക്കെയെങ്കിലേ അവർക്ക് ഭൂരിപക്ഷം പിടിക്കാനാവുമായിരുന്നുള്ളൂ. ആ ഗതികേട് മുതലാക്കിക്കൊണ്ടാണ് 2 മന്ത്രിമാരെ രാഹുൽ ഗാന്ധി കൈക്കലാക്കിയത്. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ലോകമാകെയുള്ള ഇതുവരെയുള്ള എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റേറിയനിസത്തിനും എതിരെയുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇതിൻ്റെ പ്രണേതാക്കൾ ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്, കോക്രോച്ച് ജനതാ പാർട്ടിയെ. അവർ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ
നീറ്റ് പരീക്ഷയിൽ സംഭവിച്ച ചോദ്യപേപ്പർ ചോർത്തലും അത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റഴിച്ചതുമാണ്. അതാണ് ഇമ്മീഡിയറ്റ് പ്രകോപനം. അവിടെ തന്നെ അവരുടെ മനസ്സ് നമുക്കറിയാൻ സാധിക്കും. നമ്മളൊന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ ഈ നീറ്റ് പരീക്ഷയിൽ ആരാണ് മുന്നിലെത്തുന്നത്? ഇന്ത്യയിലെ എല്ലാ പാരൻസിനും അച്ഛനമ്മമാർക്കും അറിയാം. അവരേറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റായിട്ടും അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടും അവർ ഇത് നടത്തുന്നു. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് തന്നെ സീറ്റ് ഒപ്പിക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് സീറ്റായാലും മെറിറ്റ് സീറ്റായാലും അവർ ബന്ധപ്പെടുന്നു. കാരണം മക്കളെ ഡോക്ടറാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നീറ്റ് പരീക്ഷയുടെ ലക്ഷ്യം. ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഇതിനപ്പുറം വേറെ ഒരു ഓപ്ഷനില്ല. ഒരാളും സാമൂഹിക സേവനത്തിന് തങ്ങളുടെ മക്കൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഉയർന്ന ശമ്പളത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് പണം ധാരാളം കൊയ്യുക, അഴിമതിയിലൂടെയും അല്ലാതെയും എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർമാരുടെ കടയ്ക്ക് ഉള്ള അഴിമതിയുടെ ഉദാഹരണങ്ങൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അടുത്ത നിമിഷം അവിടെ ഒപ്പിട്ട ശേഷം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഡ്യൂട്ടി ചെയ്ത് പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളം കേരളത്തിൽ തന്നെ, കോട്ടയത്ത് തന്നെ നമുക്ക് വാർത്ത കിട്ടിയിട്ടുള്ളതാണല്ലോ. പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭീകരത. പാവപ്പെട്ടവരുടെ കാര്യം അവിടെ ഫ്രസ്ട്രേഷൻ. അവർക്കൊരു കോച്ചിങ് സെൻറ്ററിൽ പോലും പോകാൻ പറ്റില്ല. കോച്ചിങ് സെൻറ്ററിൽ പോകാതെ ജയിക്കാനും പറ്റില്ല. അവിടാണ് സാമൂഹികമായ അനുമതി വരുന്നത്. അവർക്ക് അഡ്മിഷൻ പോലും കിട്ടാൻ സാധ്യതയില്ല. അവർ പിന്തള്ളപ്പെടുന്നു. ഒരു ജോലിയും കിട്ടാതെ അവർക്ക് കൂലിപ്പണി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു. തീരെ ഗതികെട്ട ജോലിയിൽ, യാതൊരു ലേബർ കോഡും ഇല്ലാത്ത ജോലിയിൽ ജീവിതാന്ത്യം വരെ കഴിയേണ്ടി വരുന്നു. പണമില്ലാത്തതുകൊണ്ടും അവസരമില്ലാത്തതുകൊണ്ടും. ആ ഒരു ചിന്ത ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വന്നില്ല. ഇനി കോക്രോച്ച് എന്നുള്ള പേരെന്തോ വന്നു, ആകർഷിക്കാൻ മാത്രമല്ല, കോക്രോച്ച് എന്ന് പറയുന്നത് എല്ലാവരാലും ചവിട്ടി മെതിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിയാണല്ലോ. രക്തമില്ലാത്ത ഒരു ജീവി. അതിനെ ഇതുകൊണ്ട് രക്തസാക്ഷി എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനിതിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന പ്രേം പാറ്റ എന്നുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയാണ്. ആ പ്രേം പാറ്റയിൽ പറയുന്ന ഒരു കാര്യം, അനുരാഗബദ്ധനായിട്ട് ചിറകുകൾ, അനുരാഗത്തിൻ്റെ ചിറകുകളുമായിട്ട് ഇങ്ങനെ പറന്നു കിടക്കുന്ന ഒരാളിൻ്റെ, അതാണ് അതിൻ്റെ ഒരു പ്രമേയം. അതുപോലെ തന്നെ പാറ്റ, കൂറ എന്നും പേരുണ്ട് ഇതിന്. കൂറയെ ആണ് സ്ത്രീകൾക്ക് ഏറ്റവും പേടിയെന്നും അദ്ദേഹം ചില കഥകളിലെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതായത് വീരകേസരിയായിട്ടുള്ള, വീരവനിതയായിട്ടുള്ള ആൾ ഒരു പാറ്റയെ കണ്ടപ്പോൾ അയ്യോ എന്ന് പേടിച്ചോടുന്നതും അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയിൽ കോറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ജീവിയാണ് ഈ പാറ്റ. എല്ലാവരാലും വെറുക്കപ്പെടുകയും അല്ലെങ്കിൽ പേടിക്കപ്പെടുകയും ചവിട്ടി മെതിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ പാറ്റ നമ്മുടെ അടുക്കളയിൽ ചെയ്യുന്ന സേവനം മഹത്തരമാണ്. ശാസ്ത്രം അറിയാവുന്നവർക്കറിയാം. അവിടെയുള്ള വേസ്റ്റ് മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സ്കാവെഞ്ചറാണ്. അടുക്കളയിലെ ഒരു സ്കാവെഞ്ചറാണത്. അല്ലെങ്കിൽ അണുക്കളായിരിക്കും അവിടെ വരിക. ആ അണുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന മഹത്തായ ഒരു ജീവിയാണ് കോക്രോച്ച്. അല്ല ചവിട്ടി അരയ്ക്കപ്പെടുന്ന ജീവി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ശരിയായിട്ടുള്ള ശാസ്ത്രം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു പേര് കൊണ്ട് ഇത് ലോകമാകെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിലുമൊക്കെ ഇതിന് ഒരുപാട് ആരാധകരുണ്ട്. അവരുടെയും വിചാരം രാഹുൽ ഗാന്ധിയെപ്പോലെ മോദി ഗവൺമെൻറ്റിനെ താഴെയിടാൻ ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിയും എന്ന് തന്നെയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടല്ലോ മൊബൈലിലൂടെ, ഡിജിറ്റലിലൂടെ വിപ്ലവം കാണിച്ചുകൊണ്ട് ഇവിടെ ഹർത്താൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. നമ്മളധികമൊന്നും മറന്നിട്ടില്ല. കടകൾ ആ മൊബൈലിൽ കൂടുള്ള ആഹ്വാനത്തിന് അനുകൂലമല്ലാതെ കടകൾ തുറന്നവരെയെല്ലാം കടകളും നശിപ്പിച്ച് അവരെയും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ടായിരുന്നല്ലോ. നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പറ്റും. ഡിജിറ്റലിലൂടെ പലതും ചെയ്യാൻ പറ്റും. പക്ഷേ ഡിജിറ്റൽ അല്ലാത്ത ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്തവരുണ്ട്, പാവങ്ങൾ. അവരെക്കുറിച്ച് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തവർ വിചാരിച്ചില്ല. ഫോൺ വിളിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഫോണുമായിട്ട് എത്രയോ ലക്ഷം ആളുകൾ ഈ രാജ്യത്തുണ്ട്. സാമൂഹിക അവസ്ഥയിൽ അരികുവൽക്കരിക്കപ്പെട്ടവർ, അവരെക്കുറിച്ച് അവരൊന്നും ഓർത്തില്ല. ഇതേ ഒരു ഓർമ്മപ്പിശകാണ് ഇവർക്കും പറ്റിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എലീറ്റ് ക്ലാസിൻ്റെ പ്രതിനിധികളാണ് നീറ്റ് പരീക്ഷയെക്കുറിച്ച് ദുഃഖിക്കുന്നത്. അവിടെ അഴിമതി നടന്ന് ന്യായീകരിക്കുകയല്ല, അതിലുള്ള അന്വേഷണം നടന്ന് അതിൻ്റെ പിന്നിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റവരെ മുഴുവൻ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ട്. CBIയുടെ വളരെ വിദഗ്ധമായി ദിവസങ്ങൾക്കകം പിടിച്ചകത്താക്കിയിട്ടുണ്ട്. അതുപോലെ ഈ യുവാക്കൾ അവഗണിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? യുവാക്കൾ രാഷ്ട്രീയത്തെ അവഗണിക്കുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാം, ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കാം. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ അതിന് ഉദാഹരണങ്ങളില്ലേ? മന്ത്രി ജനീഷ് അതിനുള്ള തിളങ്ങുന്ന ഉദാഹരണമല്ലേ? അപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഡിജിറ്റലായിട്ട്, അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ? 11 മണിക്കൂർ ഡിജിറ്റലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും. ഡിജിറ്റൽ അഡിക്ഷനെയാണ്. തൊഴിലില്ലാത്ത ആളായിരിക്കും. തൊഴിലില്ലാത്ത എന്തുകൊണ്ടാണ്? വളരെ ലേബർ ഉള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ജോലികൾ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവർക്കെല്ലാം വൈറ്റ് കോളർ ജോലി, വലിയ ശമ്പളമുള്ള ജോലികൾ വേണം.
വൈറ്റ് കോളർ ജീവികളാവണം. അതാണ് പ്രധാന പ്രശ്നം. ആ ഒരു സ്പേസിലേക്കാണ് ബംഗാളികളായിട്ടുള്ള ആൾക്കാർ കടന്നു വരുന്നതെന്നും സാമൂഹിക ശാസ്ത്രജ്ഞന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഒരു ദുരഭിമാനത്തിൻ്റെ പ്രശ്നമില്ലേ? ഇതൊക്കെ ആത്മപരിശോധന നടത്തേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ഒരു ആവശ്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവിയെന്ന് നമുക്ക് പറയാം. നമ്മൾ ഇതുപോലെ കുറേ വിപ്ലവങ്ങൾ കണ്ടതാണ്. ഇവിടെ മുല്ലപ്പൂ വിപ്ലവം എന്നും പറഞ്ഞ് അറബ് വസന്തം എന്നൊക്കെ പറഞ്ഞ് വിപ്ലവങ്ങളുണ്ടായാലും എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ല. എല്ലാം വിസ്മൃതിയുടെ മണ്ണിൽ അടിഞ്ഞു പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം അവസാനം വന്നിട്ട് അവരെ ഈജിപ്റ്റ് പുറത്താക്കേണ്ടി വന്നു. കാരണം തീവ്രവർഗീയതയാണ് അവർ പ്രചരിപ്പിച്ചത്. തീവ്രവർഗീയത, IS പോലുള്ള തീവ്രവർഗീയത. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിലെ നമുക്കറിയാം ധാക്ക യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനം. അവിടെ വെടിവയ്പ്പിൽ മരിച്ച കുട്ടികളുടെ പേരിലാണ് ലോക ഭാഷാ ദിനം ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കപ്പെടുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികൾ അന്ന് ഇന്നത്തെ കാലമല്ല, മൊബൈലുള്ള കാലമല്ല, റോഡിലിറങ്ങി നടത്തിയ തെരുവിലിറങ്ങി നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് അത് ഓർമ്മിപ്പിക്കപ്പെടുന്നത്. അല്ല ഡിജിറ്റൽ വിപ്ലവം അല്ലായിരുന്നു ലോക ഭാഷാ ദിനം. അവിടെ ബംഗ്ലാ ഭാഷ സംസാരിക്കണം, പകരം ഉറുദു ഭാഷയാണ് പാകിസ്ഥാൻ അടിച്ചേൽപ്പിച്ചത്. എതിരെയുള്ളൊരു പ്രതിഷേധമായിരുന്നു. അങ്ങനെയാണ് രക്തസാക്ഷികൾ, അതായത് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ. ആ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. അത് പക്ഷേ പ്രഹസനമായി പോയി. അവിടെ വീണ്ടും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നു. പക്ഷേ അത് മുഴുവൻ ഹൈജാക്ക് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. അവരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ബുദ്ധമതക്കാർ ഇവരെ കൊല്ലുകയായിരുന്നു. അപ്പോൾ ഇതിനൊരു ടേണിംഗ് പോയിന്റ് വരാനും ഇത് തിരിച്ചു കൊണ്ടുവരാനും തൽപര കക്ഷികൾ തയ്യാറാണ്. അങ്ങനെയുള്ള തൽപര കക്ഷികളും ഭീകരരും ഒക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് വിഘടനവാദത്തെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു പറയുന്നത്. കേന്ദ്രമന്ത്രിസഭ ഇത് മുമ്പേ തന്നെ അറിഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം ഇതിന് കൊടുക്കുന്ന പിന്തുണ കൊണ്ടാണ്. അതൊക്കെ നേരത്തെ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ തരത്തിലാണ് ഇവരുടെ ഒരു എക്സ് ഹാൻഡിലെ നിരോധിക്കേണ്ടതായിട്ട് വന്നത്. ഇൻസ്റ്റയിലും മറ്റ് ഇടങ്ങളിലും ഒക്കെ സ്പേസുകളിലും ഒക്കെ ഇത് ധാരാളമായിട്ടുണ്ട്, ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. കർണാടകത്തിൽ ഒരു മനുഷ്യ ചങ്ങല തീർക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷേ കർണാടക ഗവൺമെൻറ് തടഞ്ഞു. കാരണം ശരിയായിട്ടുള്ള അനുവാദമില്ലാതെയാണ് ഇത് നടത്തുന്നത് എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് അവിടുന്ന് ഗവൺമെൻറ് അതിന് ഉചിതമായിട്ടുള്ള നടപടി, നിയമപരമായിട്ടുള്ള നടപടി തന്നെ എടുത്തത്. അപ്പോൾ ഇത് കോൺഗ്രസ് ഇതിനെ എതിർക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇത് സൃഷ്ടിക്കുന്നത് ഒരുതരം അരാജകവാദമാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സ്വപ്നം കാണുന്ന സന്ദീപ് വാര്യരോടും അതുപോലെ രാഹുൽ ഗാന്ധിയോടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അവയൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ധാരാളം പ്രസ്ഥാനങ്ങളും ആൾക്കാരും. ഉദാഹരണത്തിന് 2015 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമരത്തിന് നേതൃത്വം നൽകിയത് കനയ്യകുമാർ, ബീഹാറിൽ നിന്നുള്ള വിദ്യാർത്ഥി. അദ്ദേഹം AISFകാരനായിരുന്നു. ഇന്നെവിടെ അദ്ദേഹം പിന്നീട് കോൺഗ്രസ്സിലേക്ക് പോയി, കോൺഗ്രസിൻ്റെ ഐക്കണായിട്ടൊക്കെ മാറി. കേരളത്തിലും വന്നിട്ടുണ്ട് ആ സമയത്ത്. എവിടെ നിങ്ങളുടെ കനയ്യകുമാർ ഇന്ന്? രാഷ്ട്രീയ അജ്ഞാതവാസത്തിലാണ്, ആർക്കും അറിയില്ല. അത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ വന്നോ പോയി, അത്രയേ ഉള്ളൂ. ഒരു മിന്നൽ പിണറിൻ്റെ ആയുസ് മാത്രമേ ഉള്ളത്. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലും അത് ലോകത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം, അതിൻ്റെ അപ്രിയ സത്യം. അതുപോലെയാണ് CAA സമരം. അതിന് നേതൃത്വം കൊടുത്തതിൽ ഒരാളാണ് ജിഗ്നേഷ് മെവാനി. നമ്മൾ ഓർക്കുന്നുണ്ടാവോ പേര്? അക്കാലത്തെ ഐക്കോൺ. ഇന്ന് എവിടെ അദ്ദേഹം? നമ്മൾ കേരളത്തിലും കണ്ടാണല്ലോ. അതിന് നേതൃത്വം കൊടുത്തതിൽ ഒരു വ്യക്തി ചന്ദ്രശേഖർ ആസാദ്, ആ സ്വാതന്ത്ര്യ സമരഭടൻ്റെ പേര് തന്നെ വെച്ചിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിനെ കൂടെ നേതൃത്വത്തിലാക്കിയപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. എറണാകുളത്തു കൂടിയുള്ള വമ്പിച്ചൊരു പ്രകടനം. ആസാദി 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 എന്ന് പറഞ്ഞിട്ട് ആ നഗരത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ളൊരു സമരം നടന്നു. എന്തായി? എന്നിട്ട് അവസാനം എന്തായി? ആ സമരത്തിന് എന്തു സംഭവിച്ചു? പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഗവൺമെൻറ് മുന്നോട്ട് പോയി. പക്ഷേ സമരക്കാരും അവരുടെ മുദ്രാവാക്യങ്ങളും മണ്ണടിഞ്ഞു. അതല്ലേ സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് കർഷക സമരം. രാകേഷ് ടിക്കായത്തിൻ്റെ നേതാവായിരുന്നു മോദിയുടെ അന്ധകൻ, ടെർമിനേറ്റർ സീഡെന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ടിക്കായത്ത് അടുത്ത് വന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റെന്നേ. ഇയാൾക്കൊന്നും ഒരു മാസ് ബേസ് ഇല്ല, ചുമ്മാ പ്രകടനങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും തകർന്നു പോയി. ഇതുപോലെയാണ് ധ്രുവ് രാവത്ത്. അദ്ദേഹം ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ത്യയിൽ നടത്തിയിരുന്നത്. ധ്രുവ് രാവത്തിൻ്റെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ആയിരുന്നു. ഒരു ഗെയിം ചേഞ്ചറാവും ഇദ്ദേഹം, മോദിയെ തകർക്കുമെന്ന് പലരും, രാഹുൽ ഗാന്ധിയും
ഓക്കെ, അന്ന് സന്ദീപ് വാര്യർ അന്ന് BJP-യിൽ, അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഇപ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വന്നത്. ആഗ്രഹിച്ചിട്ട് അതും സഫലമായില്ല. അപ്പോൾ അങ്ങനെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വേരുകളില്ലാത്ത ഈ വിപ്ലവങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല. ഏറെക്കാലം കുറേ പേരെയും അതുപോലെ തന്നെ കുറേ പേരെ ഏറെക്കാലവും അതുപോലെ തന്നെ എല്ലാവരെയും കുറച്ചു കാലവും ഇവർക്ക് വിഡ്ഢികളാകാൻ പറ്റും. പതുക്കെ അതിൻ്റെ ഒരു വലിയ തരത്തിലുള്ള ഭ്രമം അതങ്ങ് മാറും. ഇവരൊക്കെ ഒരു ഭ്രമ ലോകത്ത് ജീവിക്കുന്നവരാണ്, ഭ്രമകൽപ്പനകളിൽ ജീവിക്കുന്നവരാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്നവർ. അതുകൊണ്ട് കൂടുതൽ പേരെ ഡിജിറ്റൽ അഡിക്റ്റുകളാക്കുന്ന ദോഷം ചെയ്യുകയല്ലാതെ ഇതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു ഗുണമുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ അതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇവരെ ശ്രദ്ധിക്കണം, ഇവരോടൊപ്പം കൂടണം എന്നൊരാഗ്രഹം ഉണ്ടാവുന്നില്ല. അപ്പോൾ ശരിക്കും നമ്മളുടെ യുവാക്കളുടെ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസിലേക്ക് അവരുടെ ഒരു ശ്രദ്ധ വരും. ഒരു നല്ല നീക്കം തന്നെയാണ്, ആ ശ്രദ്ധ നല്ലത് തന്നെയാണ്. ആ ശ്രദ്ധ ഉണ്ടാവാൻ തീർച്ചയായിട്ടും ഇത് സാധിക്കും. അതുപോലെ തന്നെ യുവാക്കളുടെ ഒരുപാട് ഫ്രസ്ട്രേഷൻസ്, അത് അവരുടെ തന്നെ നിർമ്മിതികളാണ് പലതും, അതിൽ നിന്നുള്ള ഒരു വെൻറ്റിലേറ്ററായിട്ടും ഇത് തീരും. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ യുവതയ്ക്ക് 2 പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്.